ബൂസ്റ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാമേ. കേക്ക് സോഫ്റ്റായിട്ട് വരാനും പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനൊരു വിസ്ക് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബൂസ്റ്റ്. 1/4 കപ്പ് ബൂസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര, ഇനി 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ ഓയിലാണ്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് ഒരുപാടങ്ങ് ഭയങ്കരമായിട്ടൊന്നും നമ്മൾ ബീറ്റ് ചെയ്യേണ്ട. ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ജെൻറ്റിലായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, കട്ട പിടിച്ചു പോകും. കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്കായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ആ 180 ഡിഗ്രി തന്നെ ഒരു 40 മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 40 മിനിറ്റ്സ് ആയപ്പോൾ പെർഫെക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ.